നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മകളെ പോലീസിന് വിട്ടുകൊടുക്കാത്ത ഒരച്ഛൻ്റെ കഥയാണ് ദൃശ്യം സിനിമ. ഒരു വശത്ത് ദൃശ്യത്തിലെ ജോർജ് കുട്ടി, മറുവശത്ത് അൻസിബ എന്ന സിനിമാ നടിയെ സ്റ്റേഷനിലെത്തിച്ച ടിനി ടോം എന്ന ക്രൂരൻ്റെ കഥ. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടി അൻസിബ ഹസൻ ഇപ്പോൾ നേരിടുന്നത് സമാനതകളില്ലാത്ത ക്രൂരത. അമ്മ സംഘടനയിലെ ചിലർ ചേർന്ന് അൻസിബയെ ഒടുവിൽ തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിലെത്തിക്കുന്നു. തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷൻ ടിനി ടോമിൻ്റെ വലയിലാണ്. ഒരു വശത്ത് ടിനി ടോമിൻ്റെ ക്രൂരതകൾ അൻസിബയും നീനാക്കുറുപ്പുമൊക്കെ വിശദീകരിക്കുന്നു. മറുവശത്ത് ടിനി ടോമിൻ്റെ മകൻ കഞ്ചാവടിച്ച കഥ കേരളത്തിൽ പാട്ടാണ്. അയൽവാസിയെ പച്ചയ്ക്ക് തെറിവിളിക്കുന്ന ടിനി ടോമിൻ്റെ മകൻ. ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ടിനി ടോമിൻ്റെ മകനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അയൽവാസിയെങ്കിലും ആ കേസ് ഒതുക്കപ്പെട്ടു. അൻസിബയെ കൊടുക്കാൻ അമ്മയിലെ ഒരു കൂട്ടർ മെനഞ്ഞ ഗാർഹിക പീഡന പരാതി. അൻസിബ അയച്ച ഒരു മെസ്സേജിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ പീഡിപ്പിച്ചു എന്നൊക്കെയാണ് ഒരു പരാതിയിലുള്ളത്. വ്യാജ പരാതികളുടെയും വ്യാജ ആരോപണങ്ങളുടെയും വിളനിലമായി ഇപ്പോൾ അമ്മ സംഘടന മാറിയിരിക്കുന്നു. മമ്മൂട്ടിയും മോഹൻലാലുമൊന്നും അമ്മയെ ഇപ്പോൾ നിയന്ത്രിക്കാനില്ല. നാഥനില്ല കളരിയാണ് അമ്മ സംഘടന. ഒടുവിൽ എല്ലാം അടുത്ത് ഫെബ്രുവരി 21 അൻസിബ രാജിവെച്ചൊഴിഞ്ഞു. എന്നിട്ടും അൻസിബയെ വെറുതെ വിടാൻ ടിനി ടോം ഒരുക്കമല്ല. പലരുമായും അവിഹിതമുണ്ട് അൻസിബയ്ക്കെന്ന കഥയാണ് ടിനി ടോം ഒരു വശത്ത് പ്രചരിപ്പിക്കുന്നത്. ഗതിമുട്ടി അൻസിബ ടിനി ടോമിനെതിരെ ഇപ്പോൾ പലതും വിളിച്ചു പറയുന്നു. ഒപ്പം അമ്മയിലെ ചില ക്രൂരതകളും. അമ്മ സംഘടനയിൽ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനമെടുത്ത അന്നു മുതൽ തന്നെ ചിലർ ചേർന്ന് വേട്ടയാടുന്നുവെന്നാണ് അൻസിബ പറയുന്നത്. ടിനി ടോം തനിക്കെതിരെ ക്രൂരമായ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നു. തനിക്ക് പലരുമായും അവിഹിതമുണ്ട്, താനൊരു ജിഹാദിയാണ്, പലരെയും മതം മാറ്റാൻ താൻ പ്രേരിപ്പിക്കുന്നു എന്നൊക്കെ ടിനി ടോം നീനാക്കുറുപ്പിനോട് പറഞ്ഞു എന്ന് അൻസിബ ഹസൻ പറയുന്നു. മലയാള സിനിമയുടെ താരസംഘടന അമ്മ മുൻപൊന്നുമില്ലാത്ത വിധം ഇപ്പോൾ തമ്മിൽ തല്ലുന്ന കാഴ്ച. ഇതിന് പിന്നിലെ യഥാർത്ഥ വില്ലനാര്? ഈ സംഘടനയെ ദശാബ്ദങ്ങളായി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചവരാണ് മോഹൻലാലും ഇന്നസെൻറ്റുമൊക്കെ. ഇന്നസെൻറ്റ് മരണപ്പെട്ടു. മറുവശത്ത് മോഹൻലാൽ അമ്മയിൽ നിന്ന് മാറി നിൽക്കുന്നു. അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു അൻസിബ ഹസൻ. സംഭവങ്ങളുടെ തുടക്കം അമ്മ സംഘടനയുടെ ട്രഷറർ ഉണ്ണി ശിവപാലുമായി ബന്ധപ്പെട്ട്. ഉണ്ണി വിദേശത്താണിപ്പോൾ. ഉണ്ണി ശിവപാൽ സാമ്പത്തിക ദുർവിനിയോഗം നടത്തി എന്ന ആരോപണം ഉന്നയിച്ചത് ടിനി ടോം. എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായ ടിനി ടോമിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗാങ് അമ്മയെ നിയന്ത്രിക്കുന്നുവെന്നാണ് അൻസിബ പറയുന്നത്. ഇതേ ആരോപണം സംഘടനയിലെ മറ്റു ചിലരും ഉയർത്തുന്നു. താൻ ആരോട് സംസാരിച്ചാലും അവരെ ചേർത്ത് ടിനി ടോം അവിഹിത കഥകൾ മെനയും. മതസൗഹാർദ്ദം തകർക്കുന്ന തലത്തിൽ വർഗീയ ആക്ഷേപങ്ങൾ ടിനി ടോം നടത്തുന്നു. സംഘടനയ്ക്കുള്ളിൽ വല്ലാത്ത വിഴുപ്പലക്കൽ. അമ്മ കുടുംബസംഗമത്തിന്റെ തലേന്ന് ടിനി ടോം നടി നീനാക്കുറുപ്പിനെ അവരുടെ അച്ഛനെയും അമ്മയെയും ചേർത്ത് അതിശക്തമായ പച്ചത്തെറി വിളിച്ചു. നീനാക്കുറുപ്പിനെ അടിക്കാൻ ടിനി ടോം കയ്യോങ്ങി എന്നാണ് ഉയരുന്ന ആരോപണം. സംഭവങ്ങളുടെ തുടക്കം ലക്ഷ്മിപ്രിയയുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ. ലക്ഷ്മിപ്രിയ നീനാക്കുറുപ്പിനെതിരെ പച്ചത്തെറി വിളിച്ചുകൊണ്ട് ഒരു മെസ്സേജ് അയക്കുന്നു. ഇതിനെ തുടർന്ന് ലക്ഷ്മിപ്രിയയുടെ സംരക്ഷണത്തിന് ടിനി ടോം ഇറങ്ങിത്തിരിച്ചു. അന്ന് ലക്ഷ്മിപ്രിയ നീനാക്കുറുപ്പ് തർക്കത്തിൽ നീനാക്കുറുപ്പിനൊപ്പം നിന്നിരുന്നു ട്രഷററായിരുന്ന ഉണ്ണി ശിവപാൽ. ഉണ്ണിയെ അമ്മ സംഘടനയിൽ നിന്ന് തെറിപ്പിക്കാൻ ടിനി ടോം തന്ത്രങ്ങൾ മെനഞ്ഞു. അതിൻ്റെ ഭാഗമായിരുന്നു അമ്മ ഓഫീസിലെ ഒരു വനിതാ സ്റ്റാഫിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വ്യാജ പരാതി. ഉണ്ണി ശിവപാൽ കടുത്ത അധികാര ദുർവിനിയോഗം നടത്തിയെന്നും ഏകപക്ഷീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു എന്നും ടിനി ടോം ആരോപണമുന്നയിച്ചു. പിന്നീട് ട്രഷറായിരുന്ന ഉണ്ണി ശിവപാലിനെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തി. പകരം അക്കൗണ്ട്സ് കമ്മിറ്റി അംഗമായ നടൻ കൈലാഷിന് ട്രഷററുടെ താൽക്കാലിക ചുമതല കൈമാറി. ഇതിനൊക്കെ പിന്നിൽ കളിച്ചത് ടിനി ടോം. അമ്മയുടെ കുടുംബസംഗമത്തിന്റെ നടത്തിപ്പിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു ആദ്യം ഏറ്റവും വൃത്തികെട്ട ഭാഷയിൽ നമ്മൾ കേട്ടത്. നടി ലക്ഷ്മിപ്രിയ നീനാക്കുറുപ്പിനയച്ച ഒരു മെസ്സേജ്: ഗതി കിട്ടാതെ നീ നരകിച്ച് ചാവും, പുഴുത്തു ചാകും. ശാപവാക്കുകളും വ്യക്തിപരമായ അധിക്ഷേപങ്ങളുമാണ് അന്ന് ലക്ഷ്മിപ്രിയ നീനാക്കുറുപ്പിന് മേൽ നടത്തിയത്. നീനാക്കുറുപ്പ്, നിങ്ങൾ എത്ര വലിയ സ്ത്രീയാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ശാപമുണ്ടാകും. നിങ്ങൾ ഗതി കിട്ടാതെ നരകിച്ച് ചാവും. നിങ്ങൾ ഇതിൻ്റെ പേരിൽ എന്നെക്കുറിച്ച് എന്ത് പരാതി പറഞ്ഞാലും എന്ത് കോപ്പ് ചെയ്തു എന്ന് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല. ഞങ്ങളുടെ ഡാൻസ് കഴിഞ്ഞിട്ടുള്ള സമയം കഴിഞ്ഞാണ് നിങ്ങളുടെ ഫാഷൻ ഷോ ഉള്ളതെന്ന് അറിയാമല്ലോ. നിങ്ങളുടെ അടുത്ത് വേണ്ട എന്ന് ഞാൻ പലവട്ടം കരുതിയതാണ്. നിങ്ങൾ ഇന്ന് പട്ടി ഷോയാണ് സ്ത്രീയെ ഞങ്ങളുടെ പ്രോഗ്രാം സ്ഥലത്ത് കിടന്ന് കാണിച്ചത്. പൂവും മായും കായും ഒക്കെ പറഞ്ഞു. നിങ്ങൾ എന്തു പന്ന സ്ത്രീയാണ്? നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? സ്ത്രീ എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടെ മാന്യതയുണ്ട്.
സ്ത്രീകൾക്ക് പോലും അപമാനമാണ് നിങ്ങൾ, വെറും വിഷമാണ് നിങ്ങൾ. ഈ പാവം കൊച്ചൊരു പ്രോഗ്രാമിന് വേണ്ടി ഒരുങ്ങി നിന്നിട്ട് എത്ര സമയം കഴിഞ്ഞാണ് നിങ്ങളുടെ ഐറ്റം? നിങ്ങൾക്ക് അസൂയ കൊണ്ട് മാത്രമാണ്. നീനാക്കുറുപ്പ്, നിങ്ങൾ പറ, നിങ്ങളെ കൊണ്ട് ഇതിനുള്ള മറുപടി ഞാൻ പറയിപ്പിക്കുമെന്നാണ് അന്ന് ലക്ഷ്മിപ്രിയ അയച്ച വോയിസ് മെസ്സേജിലുള്ളത്. ഡാൻസ് പ്രോഗ്രാമും ഫാഷൻ പരേഡും, ഡാൻസ് പ്രോഗ്രാമിലെ പിള്ളേരെ ആദ്യം സ്റ്റേജിൽ കയറ്റണം എന്നുള്ള അഭ്യർത്ഥനയിൽ നിന്ന് തുടങ്ങി പിന്നെ പച്ചത്തെറി വിളിക്കുന്ന ലക്ഷ്മിപ്രിയ. നിങ്ങൾ ആരാണ്? ഇവിടുത്തെ പോലീസോ അതോ അമ്മയുടെ പ്രസിഡന്റോ? ഇവരും ഒരു മെമ്പർ മാത്രമല്ല ശ്വേത ചേച്ചി, കുക്ക് ചേച്ചി. നമ്മളെല്ലാം കഷ്ടപ്പെടുന്ന അമ്മ എന്ന കുടുംബത്തിന് വേണ്ടിയാണ്. എന്തായാലും ശ്വേത ചേച്ചിയും കുക്ക് ചേച്ചിയും പിന്നെ കുറേ വനിതാ താരങ്ങളും ചേർന്ന് അമ്മയെ അഴുക്കുചാലിലേക്ക് തള്ളിയിടുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് അൻസിബ ഹസൻ. അൻസിബ ഹസന് പിന്നാലെ ടിനി ടോമിനെതിരെ പരാതിയുമായി നീനാക്കുറുപ്പും കളത്തിലിറങ്ങി. ടിനി ടോം പരസ്യമായി തന്നെ അശ്ലീലം പറഞ്ഞുവെന്നാണ് നീനാക്കുറുപ്പിൻ്റെ പരാതി. കുടുംബസംഗമത്തിൻ്റെ സമയത്താണ് ടിനി ടോം നടികളെയൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് തെറി വിളിച്ചത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അമ്മ സംഘടനയുടെ കുടുംബസംഗമം നടന്നത്. ഈ സംഭവത്തെക്കുറിച്ച് സംഘടനയ്ക്കുള്ളിൽ നീനാക്കുറുപ്പ് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അൻസിബയും നീനാക്കുറുപ്പും ടിനി ടോമിനെതിരെ പരാതിയുമായി കട്ടക്കിറങ്ങിയതോടെ ശ്വേതാ മേനോൻ ടിനി ടോമിന് സംരക്ഷണവുമായി രംഗത്തുണ്ട്. തനിക്കെതിരെ പുറത്തുനിന്ന് ചില പണികൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ടിനി ടോം ഇതിനെതിരെ പ്രതികരിച്ചത്. അൻസിബയ്ക്ക് അവിഹിതമുണ്ട് എന്ന് താൻ പറഞ്ഞത് നീനാക്കുറുപ്പാണ് അൻസിബയോട് പറഞ്ഞത്. അൻസിബയുടെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് തനിക്കറിയില്ലെന്നാണ് ടിനി ടോമിൻ്റെ വാദം. മതം മാറ്റാൻ ശ്രമിച്ചു എന്നതിനെക്കുറിച്ചും ഇവരുടെയൊക്കെ പ്ലാനുകളെക്കുറിച്ചും തനിക്കൊന്നും അറിയില്ല. നേരിട്ട് കേൾക്കാത്ത ഒരു കാര്യം എങ്ങനെയാണ് അൻസിബ പരാതിയായി ഉന്നയിക്കുന്നതെന്നാണ് ടിനി ടോം ചോദിക്കുന്നത്. സ്റ്റേജ് ഷോ നടക്കുമ്പോൾ സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചയൊക്കെ ഇട്ടെന്ന് വരും. അൻസിബയെ ജിഹാദി എന്ന് താൻ വിളിച്ചിട്ടില്ല എന്നാണ് ടിനി ടോമിൻ്റെ വാദം. അൻസിബയെ നീനാക്കുറുപ്പിനെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ശ്വേതാ മേനോൻ കളത്തിലിറങ്ങി. ടിനി ടോമിന് സംരക്ഷണ കവചമൊരുക്കാൻ ശ്വേത മുന്നിട്ട് നിൽക്കുന്നു. ടിനി ടോമിനെതിരായ ആരോപണങ്ങൾ ചാനലുകളിലൂടെ പുറത്തു വന്നതിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിനെതിരെ പരാതി അൻസിബ തങ്ങൾക്ക് നൽകിയതെന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത്. മറ്റൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിനെതിരെയായിരുന്നു ടിനി ടോമിന്റെ പരാമർശങ്ങൾ എന്നാണ് ശ്വേത വിശദീകരിക്കുന്നത്. അൻസിബ പോലും ഇത് കേട്ടില്ല എന്നിരിക്കെ ഒരംഗം മാത്രം ഇതെങ്ങനെ കേൾക്കുന്നുവെന്നൊക്കെ ശ്വേത ചോദിക്കുന്നു. വ്യക്തിപരവും ജോലിപരവുമായ കാരണങ്ങളാലാണ് താൻ രാജിവെക്കുന്നത് എന്ന് രാജിവെക്കുന്ന വേളയിൽ അൻസിബ പറഞ്ഞിരുന്നു. അപ്പോഴൊന്നും ഇത്തരം ആരോപണങ്ങൾ ഉയർത്തിയില്ല എന്നാണ് ശ്വേതയുടെ ഇപ്പോഴത്തെ വാദം. അൻസിബയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ സംഘടനയിലോ ജനറൽ ബോഡിയിലോ പറയണം. സംഘടനയിലെ ഏറ്റവും വലിയ കോടതി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. ശ്വേതാ മേനോന് ഇവിടെ തെറ്റുപറ്റി. സംഘടനയുടെ കോടതി ജനറൽ ബോഡിയാണ് എന്നൊക്കെ പറയാൻ എങ്ങനെ അവിടെ നാവുയരുന്നു? ജനുവരിയിൽ വേറൊരു എക്സിക്യൂട്ടീവ് അംഗത്തിനെതിരെ അൻസിബ പരാതി ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് ശ്വേതാ മേനോന്റെ മറ്റൊരു ആരോപണം. ടിനി ടോം അപവാദ പ്രചരണം നടത്തിയോ എന്നത് വ്യക്തമല്ലെന്ന നിലപാടാണ് ശ്വേത കൈക്കൊള്ളുന്നത്. ശ്വേത പോലും ടിനി ടോമിനെ സംരക്ഷിക്കാൻ ഇറങ്ങുമ്പോൾ അൻസിബയ്ക്ക് എങ്ങനെ നീതി കിട്ടും? അമ്മയിൽ നിന്ന് താൻ രാജിവെക്കാനുള്ള കാരണം ടിനി ടോമാണ് എന്ന് അൻസിബ ഹസൻ വീണ്ടും ആവർത്തിക്കുന്നു. തന്നെ ജിഹാദി എന്ന് വിളിച്ചു, മതം മാറ്റാൻ ശ്രമം നടത്തി എന്ന ആരോപണം തനിക്ക് മേൽച്ചൊരിഞ്ഞു. തനിക്ക് പലരുമായും അവിഹിതമുണ്ടെന്ന് പ്രചരിപ്പിച്ചു. മറ്റൊരു വനിതാ എക്സിക്യൂട്ടീവ് അംഗം തനിക്കെതിരെ വ്യാജ പരാതി നൽകി. ടിനി ടോമിനും എക്സിക്യൂട്ടീവ് അംഗത്തിനുമെതിരെ പരാതി പറഞ്ഞെന്നും അൻസിബ പറയുന്നു. ഏറ്റവും വൃത്തികെട്ട കഥകളാണ് അബ്ബ സംഘടനയിൽ നിന്ന് കേരളം ഇപ്പോൾ കേൾക്കുന്നത്. പരസ്പരം ചെളിവാരിയെറിയുക മാത്രമല്ല, ഏറ്റവും അധോലോക പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. കൊച്ചിയിലെ ഗുണ്ടകളൊക്കെ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുമായി സഹകരിക്കുന്നു. നടികൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു. തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത നടികൾക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നു. ഇതിനേക്കാൾ ഭേദം അമ്മ എന്ന സംഘടനയെ പിരിച്ചുവിടുകയാണ്. അത്രയേറെ നാണക്കേടിൻ്റെ പടുകുഴിയിലേക്കാണ് ഇവരൊക്കെ കൂടി ഈ സംഘടനയെ ഇപ്പോൾ തള്ളിമറിച്ചിട്ടിരിക്കുന്നത്. കഷ്ടം തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.